ചെറിയ വീട്ടിൽ നിന്നും ചെറിയ റൂമിൽ നിന്നും തുടങ്ങിയ ബിസിനസ് ഇപ്പോൾ വളരെയധികം സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വിശ്വാസവും അവരെന്നയിൽ ഏൽപ്പിച്ച ഒരു വിശ്വാസവുമാണ് ഇപ്പൊ നമ്മള് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലിയ കട്ട് കലങ്കാരിയില് മിറർ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒത്തിരി പേർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. നമ്മൾ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ആലിയ കട്ട് ഷോർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വീനെക്കാണ് കൊടുത്തിട്ടുള്ളത്. മേലെ പോർഷൻസിൽ ജസ്റ്റ് ഒരു മിറർ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് മാം ഇതേപോലെയുള്ള ഡ്രസ്സസ് ചെയ്യുന്നത്? വളരെ ഈസിയാണ്. നമ്മൾക്ക് വീട്ടിൽ നിന്നും ചെറിയൊരു റൂമിൽ നിന്നും ആരംഭിച്ച ബിസിനസ് ഇപ്പം ചെറിയ റൂമിൽ നിന്നും ഞാൻ ആരംഭിച്ച എൻ്റെ ബിസിനസ് ഇപ്പം വളരെയധികം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റാഫുകളും കാര്യങ്ങളും എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഓർഡേഴ്സൊക്കെ കിട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇതേപോലെയുള്ള ഒരു ജസ്റ്റ് ഒരു സ്റ്റാൻഡ് പോലത്തെ വാങ്ങിയിട്ടാണ് ഞാൻ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ റൂംസും കാര്യങ്ങളുമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ മെഷീനിൽ, സാധാ ഒരു മെഷീനിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 4-5 മെഷീൻസ്, പവർ മെഷീൻസ് 4 വാങ്ങിച്ചിട്ടാണ് നമ്മളുടെ വീട്ടിലെ യൂണിറ്റ് ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ലഞ്ച് ബ്രേക്കൊക്കെ ആയത് കാരണം പോയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ സാമ്പിൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഇവിടെ. അതേപോലെ തന്നെ നമ്മൾ യൂണിറ്റ്സിലേക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് വർക്ക് കാര്യങ്ങൾ. ഇനിയിപ്പോൾ വിഷു ആയത് കാരണം തന്നെ നമുക്ക് ഒത്തിരി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ബിസിയിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ഈ പാറ്റേൺസ് നമ്മൾ തയ്യാറാക്കി കട്ടിങ് ചെയ്ത് സ്റ്റിച്ചിങ് ചെയ്ത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോസാണ് ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് പാറ്റേൺസ് കട്ട് ചെയ്ത് വെക്കുന്നതെന്ന്. ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് പാറ്റേൺസ് കട്ട് ചെയ്തിട്ട് അത് ക്ലോത്തിലേക്ക് ഇതേപോലെ ട്രേസ് ചെയ്ത് വരയ്ക്കുക. അതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അതേപോലെ തന്നെ സ്ലീവിൻ്റെ പാറ്റേൺസും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാറ്റേൺസും വെച്ചിട്ട് ഈസി ആയിട്ട് ചോക്ക് ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ വരച്ചെടുത്താൽ മതി. ഈ പാറ്റേൺസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റൊരു തവണ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് നമ്മൾക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും എന്നതാണ് ഈ പാറ്റേൺസിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഫൈനൽ ലുക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുൾ വീഡിയോസ് നാളെ നമ്മൾ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.